So after discussing Eysenck's and Alport's trait theory of personality, അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാറ്റൽസ് ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ്. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രേറ്റ് തിയറിയാണ്. ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വഭാവ സവിശേഷതയാണ് നമ്മൾ ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേറ്റ് ബേസ്ഡ് ആയിട്ട് പേഴ്സണാലിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പം ആദ്യം നമ്മൾ ഐസെങ്സ് തിയറി കണ്ടു, പെൻ മോഡൽ എന്ന് പറഞ്ഞൊരു തിയറി കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് കണ്ടാണ് ഓൾപോർട്ട്സ് തിയറി എന്ന് പറയുന്നത്. അതിലും എന്താണ് ചെയ്തിരിക്കുന്നത്? 3 ഡയമെൻഷനിൽ നമ്മൾ കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ വിഭജിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളതാണ് കേറ്റൽസ് ട്രേറ്റ് തിയറി. അപ്പോൾ കേറ്റിൽ പറയുന്നത് പേഴ്സണാലിറ്റി ഈസ് ദാറ്റ് വിച്ച് പെർമിറ്റ്സ് എ പ്രഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ വിൽ ഡു ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അയാൾ എന്തായിരിക്കും ചെയ്യുക ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷനോട് അയാൾ പ്രതികരിക്കുക എന്നതിൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ് എന്ത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് കേറ്റൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് കേറ്റൽ. ദാറ്റ് ഈസ് ഹി ലിവ്ഡ് ഫ്രം ദ ഇയർ 1905 to 1998. ആൻഡ് കേറ്റലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹി ഓൾവേസ് സ്റ്റഡീഡ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി പഠിക്കുന്നതിൽ ഒരു സയന്റിഫിക് അപ്രോച്ച് കൊണ്ടുവന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആര്? ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആര്? കേറ്റൽ. ഓക്കെ, സോ കേറ്റൽ ഡെവലപ്പ് ചെയ്തതാണ് എന്ത്? 16 പേഴ്സണാലിറ്റി ഫാക്ടർ മോഡൽ, അല്ലെങ്കിൽ 16 PF മോഡൽ എന്ന് പറയുന്ന ഒരു തിയറിയാണ് കേറ്റൽ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഹി യൂസ്ഡ് ഫാക്ടർ അനാലിസിസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദിസ് തിയറി. ഓക്കെ, 16 PF തിയറി ഓക്കെ എന്ന് പറയുന്ന ഒരു മോഡൽ, അതാണ് പേഴ്സണാലിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കേറ്റൽ പ്രപ്പോസ് ചെയ്തത്. ഇനി നോക്കാം, ട്രേറ്റ് എന്താണെന്ന് നമ്മൾ പലവട്ടമായിട്ട് പറഞ്ഞു. എന്താണ് ട്രേറ്റ്? ട്രേറ്റ് ആർ എൻഡ്യൂറിങ് ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാണാവുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം ട്രേറ്റിനെ നമുക്ക് കേറ്റിൽ 3 ആയിട്ടാണ് വിഭജിച്ചത്. 1 സർഫസ് ട്രേറ്റ്, 2 സോഴ്സ് ട്രേറ്റ്, 3 ഡൈനമിക് ട്രേറ്റ്. അപ്പൊ സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പുറമെ കാണാവുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ സർഫസ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പുറമെ നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്ന ട്രേറ്റ്സ് ആണ് സർഫസ് ട്രേറ്റ്. എന്നാൽ സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അതായത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ട്രേറ്റ് ആയിരിക്കില്ല, പക്ഷെ എന്താണ്, ആ ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള ട്രേറ്റ് ആയിരിക്കും കോർ ട്രേറ്റ് എന്ന് പറയും, സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡൈനമിക് ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡൈനമിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത് മോട്ടിവേഷണൽ ആൻഡ് ഡ്രൈവിംഗ് ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനമിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു പേഴ്സണെ മുന്നോട്ട് നയിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്, സവിശേഷതകളാണ്, അതിനെയാണ് നമ്മൾ ഡൈനമിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കാറ്റൽ ഡെവലപ്പ് ചെയ്തത് എന്താണ്? 16 പേഴ്സണാലിറ്റി ഫാക്ടർ മോഡലാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈ ഒരു 16 പേഴ്സണാലിറ്റി ഫാക്ടർ മോഡൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കേറ്റൽ യൂസ് ചെയ്ത ഡേറ്റ, അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റയിൽ നിന്നാണ്, എന്തൊക്കെ കാര്യങ്ങൾ, ഒരു വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ലൈഫ് റെക്കോർഡ്സ് ഉണ്ട്, ക്വസ്റ്റനെയർ ഡേറ്റ ഉണ്ട്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഡേറ്റ ഉണ്ട്. അപ്പൊ ഈ ലൈഫ് റെക്കോർഡിന് നമ്മൾ പറയുന്നത് എൽ ഡേറ്റ ആണ്. അപ്പൊ എൽ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഇൻഡിവിജ്വലിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ. ഓക്കെ, അതാണ് നമ്മൾ ലൈഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് എന്താണ്? ഒരു ക്വസ്റ്റനെയർ കൊടുക്കുകയാണ്. ക്വസ്റ്റനെയർ കൊടുത്തിട്ട്, ക്വസ്റ്റനെയർ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? ആ ക്വസ്റ്റനെയറിന് എങ്ങനെ അവർ റെസ്പോണ്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ടുള്ള ഒരു ഡേറ്റ, ദാറ്റ് ഇസ് കോൾഡ് ക്യൂ ഡേറ്റ, സെൽഫ് റിപ്പോർട്ടഡ് ബിഹേവിയർ. അതായത് ആ ക്വസ്റ്റനെയർ ആൻസർ ചെയ്യുന്ന ആരായിരിക്കും? ആ ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് സെൽഫ് റിപ്പോർട്ടഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റനെയറിൽ കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിനനുസരിച്ച് ആ ഇൻഡിവിജ്വൽ തരുന്ന ആൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റ, ഈ ഡേറ്റയും യൂസ് ചെയ്തു. പിന്നെ എന്ത് ഡേറ്റയാണ് യൂസ് ചെയ്തേ? ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഡേറ്റ. അതായത് പല എക്സ്പെരിമെന്റൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ സിറ്റുവേഷൻസിൽ ആ വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് നോക്കി ആ ഡേറ്റ, അതാണ് നമ്മുടെ എന്ത്? ടി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ 3 ഡേറ്റ, എൽ ഡേറ്റ, ക്യൂ ഡേറ്റ, ടി ഡേറ്റ, ഈ 3 ഡേറ്റ കൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ കേറ്റൽ നമ്മുടെ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്തത്? 16 കോർ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു ഇതില് എത്ര റേഞ്ചിലാണ് വരുന്നത് എന്ന രീതിയിലാണ് കേറ്റൽസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ പെൻ മോഡൽ, ഐസക്കിന്റെ പെൻ മോഡൽ പഠിച്ചപ്പം അതിൽ നമ്മൾ 3 ഡയമെൻഷൻസേ കാണുന്നുള്ളൂ. അപ്പം കേറ്റിൽ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് 3 ഡയമെൻഷൻസിലോ അല്ലെങ്കിൽ എന്താ പറയാ
നമ്മുടെ ഓൾപോർട്ട് പറഞ്ഞതുപോലെ 3 സെറ്റായിട്ടോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കേറ്റിൽ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഒത്തിരി ഡയമെൻഷൻസ് ഉണ്ട് ഈ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാൻ. അതാണ് ഈ 16 കോർ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് അല്ലെങ്കിൽ കോർ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് കേറ്റിൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് 16 കോർ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന്, വാംത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സൺ റിസർവ്ഡ് ആണോ അതോ ഔട്ട് ഗോയിങ് ആണോ? റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താ പറയാ, നമ്മളിൽ തന്നെ ഒതുങ്ങിച്ചേരുന്ന കൂട്ടത്തിലാണോ അതോ എല്ലാവരോടും സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളതാണോ? അതൊക്കെ ഡിഗ്രീസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് നന്നായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച്. അപ്പൊ ഇതനുസരിച്ചിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി നമ്മളിവിടെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ എന്താണ്? റീസണിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു സിറ്റുവേഷനെ അളക്കാം. നന്നായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കോൺക്രീറ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അബ്സ്ട്രാക്ട് ആയിട്ട് ചെറിയ രീതിയിൽ മാത്രമേ തിങ്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയാ കുറെ ദൂരത്തേക്ക് കാണാൻ ദൂരക്കാഴ്ചയുണ്ടോ, അതോ ആ ഒരു സിറ്റുവേഷൻ മാത്രം അനലൈസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അതാണ് റീസണിങ്. മൂന്നാമത്തത് എന്താണ്? ഇമോഷണൽ സ്റ്റെബിലിറ്റി. സ്റ്റേബിൾ ആണോ അല്ലയോ? ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ കാര്യം നമ്മൾ ആര് പറയുന്നുണ്ട്? ഐസക്ക് പറയുന്നുണ്ട് അല്ലെ. അപ്പം ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടോ അതോ റിയാക്റ്റീവ് ആണോ എന്നതനുസരിച്ചും. പിന്നെ എന്താണ്? ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും ഡോമിനേറ്റ് ചെയ്ത് അല്ല അവർ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അയാളുടെ പ്രസൻസ് അറിയുന്നതാണോ അതോ സബ്മിസീവ് ആയിട്ട് ഒരു സൈഡിൽ ഇരിക്കുന്നതാണോ എന്നത്. പിന്നെ ലൈവ്ലിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈവ്ലിനെസ് പറഞ്ഞാൽ നല്ല ലൈവ്ലി ആയിട്ട് ജോളി ആയിട്ടുള്ള ആളാണോ അതോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണോ? പിന്നെ റൂൾ കോൺഷ്യസ്നെസ്, റൂൾസിനെ ഫോളോ ചെയ്യുന്ന ആളാണോ അല്ലയോ? പിന്നെ എന്താണ്? സോഷ്യൽ ബോൾഡ്നെസ് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മുടെ ഗാദറിംഗിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ അപ്പിയറൻസ് വന്നാൽ അയാൾ ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണോ അതോ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണോ? പിന്നെ അടുത്ത പറയുന്നത് എന്താണ്? സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടഫ് മൈൻഡഡ് ആണോ അതോ സെൻസിറ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ. പിന്നെ അടുത്ത വരുന്നതാണ് വിജിലൻസ് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും സംശയത്തോടെ ഒരാളെ നോക്കുന്നതാണോ അതോ ഈസിലി ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നതാണോ? അതേപോലെ അബ്സ്ട്രാക്റ്റഡ്നെസ് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയുന്നതും അല്ല ഇമാജിനേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നതും, അതാണ് അബ്സ്ട്രാക്റ്റീവ്നെസ്. പിന്നെ വരുന്നത് പ്രൈവറ്റ്നെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അധികം ഡിസ്ക്ലോസ് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നതാണോ അതോ നമ്മളൊരു ഓപ്പൺ ബുക്ക് പോലെ എല്ലാവരുടെ എല്ലാം സംസാരിച്ച് അങ്ങനെയാണോ എന്നുള്ളത്. പിന്നെ അപ്പർഹെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നല്ല കോൺഫിഡൻസ് ഉള്ളതാണോ അതോ നമുക്ക് നമ്മളെ തന്നെ സംശയമുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത്. പിന്നെ ഓപ്പൺനെസ് ടു ചേഞ്ച്, അതായത് പുതിയൊരു സാഹചര്യത്തിൽ വന്നാൽ അതിനെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോ നമ്മൾ എന്താ ചെയ്യുക പഴയ സാഹചര്യങ്ങൾ തന്നെ വേണം എന്നുള്ള രീതിയിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ആളാണോ എന്നുള്ളത്. പിന്നെ സെൽഫ് റിലയൻസ്, അതായത് എന്താ? സെൽഫ് റിലയൻസ് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണോ, നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോ നമ്മൾ എന്താണ് ഒരാളിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻസി ഉള്ളവരാണോ? പിന്നെ വരുന്നത് പെർഫെക്ഷനിസം, അതായത് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണോ അല്ല ഫ്ലെക്സിബിൾ ആണോ? പിന്നെ എന്താണ്? ടെൻഷൻ എടുക്കുന്ന ആളാണോ അതോ റിലാക്സ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണോ? അപ്പൊ ഇങ്ങനെ ഒരു 16 ഫാക്ടേഴ്സിൽ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിലാണ് എന്ത് ചെയ്തത് ഓരോ ഇൻഡിവിജ്വലിനെയും മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിലൊരു എന്താ പറയുക ഡിഗ്രി ഓഫ് ഇതിന്റെ ആവുന്നതിന് ഒരു ഡിഗ്രി ഉണ്ട് അല്ലെ. അതായത് ഒന്നുകിൽ എന്താണ് റിസർവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ അത് ഒരു എന്താ പറയാ പെർട്ടിക്കുലർ മാർക്ക് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്കെയിൽ ഓഫ് 10ൽ എത്ര മാർക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഓരോ പേഴ്സണാലിറ്റിയെയും അനലൈസ് ചെയ്യുന്നത്. ഇതാണ് ട്രേറ്റ് തിയറി, കേറ്റൽസ് ട്രേറ്റ് തിയറി. പിന്നെ പറയുന്നത് എന്താണ്? 2 തരം ട്രേറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 2 തരം ട്രേറ്റ്സ്? ഒന്ന് സോഴ്സ് ട്രേറ്റും മറ്റേത് സർഫസ് ട്രേറ്റുമാണ്. സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് ആണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് അല്ലെ, ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള ഒരാളുടെ ബിഹേവിയറിന്റെ ബേസിക് ആയിട്ടുള്ള എന്താണോ അതിനെയാണ് നമ്മൾ സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. എന്നാൽ സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നതോ? സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷനിലാണ്. അതൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഹൈറാർക്കിയൽ ട്രേറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പം ഏതാണ്? 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ട്രേറ്റ്സിനെ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ബേസിക് ആയിട്ട് ഒരാളുടെ സ്വഭാവം എന്താണോ എന്നുള്ളത് അതിനെ നമ്മൾ സോഴ്സ് ട്രേറ്റ് എന്ന് പറയും. അല്ല പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ എങ്ങനെയാണോ അയാൾ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ട്രേറ്റ്സ് എങ്ങനെയാണോ അതിനെ നമ്മൾ എന്താ പറയുന്നത്? സർഫസ് ട്രേറ്റ്സ് എന്ന് പറയുന്നു. പിന്നെ ഡൈനാമിക് ട്രേറ്റ്സ് എന്താണ്? ഡൈനാമിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന്, അതായത് ഹങ്കർ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി പോലെ ഉള്ള പെട്ടെന്നുള്ള സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസിൽ വരുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനാമിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
പിന്നെ എന്താണ് ഇത് എവിടെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതായത് 16PF മോഡൽ ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയറിയാണ്. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിയിലാണെങ്കിലും ഓർഗനൈസേഷണൽ സൈക്കോളജിയിലാണെങ്കിലും കരിയർ കൗൺസിലിങ്ങിലും അതേപോലെ തന്നെ റിസർച്ചിലും ഇപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി മോഡലാണ് ഇത് 16 പേഴ്സണാലിറ്റി ഫാക്ടർ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് പറയാം? കേറ്റൽ 16PF മോഡൽ ക്യാപ്ചേഴ്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി അല്ലെ. ബാക്കി രണ്ട് തിയറി നോക്കിയാലും വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോയ തിയറിയാണ്. പക്ഷെ ഇതെന്താണ്? കമ്പാരിറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് തിയറിയാണ്. പിന്നെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ബിഹേവിയർ ഹെൽപ്പിംഗ് ഇൻ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ. അപ്പൊ കുറച്ചുകൂടെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഈ ഒരു തിയറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഡെസ്പൈറ്റ് ക്രിറ്റിസിസംസ് ഇറ്റ് റിമെയിൻസ് എ ഫൗണ്ടേഷണൽ തിയറി ഇൻ പേഴ്സണാലിറ്റി സൈക്കോളജി. അപ്പം ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദിസ് ഇസ് ടേക്കൺ ടു ബി എ ഫൗണ്ടേഷണൽ തിയറി ഇൻ ദ പേഴ്സണാലിറ്റി സൈക്കോളജി. ഇതൊരു കമ്പാരിസൺ ആണ് 3 തിയറി മോഡലുമായിട്ട്. അപ്പം നമ്മുടെ തിയറിയുടെ ഫോക്കസ് എവിടെയാണ്? ഇപ്പൊ ഐസൻസ് തിയറി ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ബയോളജിക്കൽ ബേസിസിലാണ് വരുന്നത് അല്ലെ. എന്നാൽ ഓൾപോർട്ട് ആണെങ്കിലോ, ഓൾപോർട്ട്സ് തിയറിയിൽ വരുന്നത് ഇൻഡിവിജ്വലിന്റെ യുണീക്നെസ്. നമ്മൾ പറയുന്നത് തന്നെ എന്താണ്? 2 കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചൈൽഡ്ഹുഡ് പ്രീഡിപ്പൊസിഷൻസും എൻവയോൺമെന്റും രണ്ടിന്റെയും ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ കേറ്റൽസ് തിയറി എന്താ പറയുന്നത്? എയിം ഇൻ ഐഡന്റിഫൈയിങ് കോർ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് അനലൈസ് ചെയ്ത ഒരു സയന്റിഫിക് തിയറിയാണ് ഇത് കേറ്റൽസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി വരുന്നത്. പിന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ട്രേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻ ദ കേസ് ഓഫ് ഐസക് തിയറി എക്സ്ട്രാവേർഷൻ, പിന്നെ ന്യൂറോട്ടിസിസം ആൻഡ് സൈക്കോട്ടിസിസം, പെൻ മോഡൽ നമ്മൾ പറഞ്ഞു. അതേപോലെ ഓൾപോർട്ട്സിന്റെ തിയറി ആണെങ്കിൽ ഏതൊക്കെയാണ്? കാർഡിനൽ ട്രേറ്റ് ഉണ്ട്, സെൻട്രൽ ട്രേറ്റ് ഉണ്ട്, സെക്കൻഡറി ട്രേറ്റ് ഉണ്ട്. എന്നാൽ കേറ്റൽസ് തിയറിയിൽ പറയുന്ന ട്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ വരുന്നത്? സോഴ്സ് ട്രേറ്റ്, സർഫസ് ട്രേറ്റ്, ഡൈനമിക് ട്രേറ്റ്. സോ ഇതാണ് ഈ 3 തിയറിയുടെയും ഒരു കമ്പാരിസൺ.